Wise men say only fools rush in, but I can't help falling in love with you. Shall I stay? Would it be a sin if I can't help falling in love with you? സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരണം ശക്തമാണ്. കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളുടെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നു എന്നല്ല, അവനെ പോലുള്ള ഒരു സഖി അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും. എബിയെയും സൈനയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വീട്ടിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. മാത്രം പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിൽ കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ കാവൽമാലാഖമാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദ്യം അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ജപമാല റാണിയായി പരിശുദ്ധ മാതാവേ, ഇന്നത്തെ എല്ലാ ശാലകളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ ഭവനത്തിലെ കർത്താവിന്റെ എല്ലാ മക്കളെയും എല്ലാം കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ എല്ലാ മംഗളകരമായി തീരുവാൻ വേണ്ടുന്ന എല്ലാ ദൈവാനുഗ്രഹവും ഓരോ നിമിഷവും നൽകി അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മധുരം കൊടുത്തോട്ടെ.
It's a beautiful day. It's a beautiful day. It's a beautiful day. It's a beautiful day. Once in a lifetime, you come along, pushing the boundaries, writing a song, and maybe tomorrow we can be great, but just for the moment, it's a beautiful day. It's a beautiful day. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവാനുഗ്രഹത്തിൻ്റെ ഈ ബലിപീഠത്തിൽ നമ്മൾ എബിനെയും സൈനിയെയും കൃത്യമായി സമർപ്പിക്കുകയാണ്. എബിനും സൈനിയും വിവാഹ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2 കൂദാശകളാണ് ഈ ബലിപീഠത്തിൽ പ്രത്യേകമായിട്ട് അർപ്പിക്കപ്പെടുക. ഒന്ന് വിശുദ്ധ കുർബാന എന്ന കൂദാശയും, രണ്ടാമത്തത് വിവാഹം എന്ന കൂദാശയും. വിശുദ്ധ കുർബാന എന്ന കൂദാശയിലും വിവാഹം എന്ന കൂദാശയിലും ദൈവികമായിട്ടുള്ള കൃപകളുടെ നിരന്തരമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുകയാണ്. അത് സ്വീകരിക്കുവാനായിട്ടുള്ള കൃപ ഇവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായിട്ടുള്ള എല്ലാവരിലൂടെയുണ്ട്. ദൈവാനുഗ്രഹത്തിൻ്റെ നന്മകളിലൂടെ സാക്ഷ്യമാകുവാൻ എല്ലാ ബന്ധുമിത്രാദികൾക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയാകട്ടെ എന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഇവരെ വിവാഹം ആശീർവദിക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന 3 വലിയരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്യാമറാമാന്മാർ 3 പേര് നിന്നാൽ മതി. ബാക്കിയുള്ളവരെല്ലാവരും ആ സൈഡിലേക്ക് പോയി നിൽക്കണം. 3 പേര് മാത്രം. ഒരു നിമിഷം ശബ്ദമായിട്ട് പ്രാർത്ഥിച്ച് ഇതിനെയും സൈന്യയും പ്രത്യേകമായിട്ട് കൂടി കർത്താവിന്റെ ഹൃദയത്തിൽ സമർപ്പിച്ച് ഏറ്റവും സജീവമായിട്ട് ഈ തിരുക്കർമ്മങ്ങൾ നമുക്ക് ആവശ്യമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽപ്പെടുത്തരുതേ. ദുഷ്ടനായ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതനായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ പുത്രയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃജനത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാവും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു കുടിച്ചു നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത വിശുദ്ധ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ,
നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടന്നവരാകുന്നു. സകലത്തിന്റെയും നാമേക്കും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കുന്നതായിരിക്കുമെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തെ അനുകരിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വം നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നതുമാണ് ഇത് സാധ്യമാക്കുക. വാഹനമുടികളായി വിധിമുടിയോ സ്വർണ്ണാഭരണമോ ശിഷ്ടവസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധി ശിഷ്ടമായ സൗമ്യവും ശാന്തമായ ആത്മാവാകുന്ന മനുഷ്യരത്നമല്ല ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾക്ക് മുമ്പ് ഇപ്രകാരം തങ്ങൾ തന്നെ അലങ്കരിക്കുകയും തങ്ങളോട് ഭർത്താക്കന്മാരെ വിജയരാകുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കും. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതാരമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. Oh,
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിധി നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിടണമെന്നും അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈശോയെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വികാരി അച്ഛ, കന്യാകുമാരി അച്ഛ, അലക്സ് അച്ഛ, ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായിരിക്കുന്ന എബിൻ, സൈന, എബിന്റെ മാതാപിതാക്കളെ, സൈനയുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത് കേട്ടില്ല തോന്നുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ 26 പേരാണ് സെമിനാരിയിൽ ചേർന്നത്. അതിൽ 6 പേര് പള്ളിയിലെ അച്ഛന്മാരാണ്. ബാക്കി 20 പേര് അച്ഛന്മാരാണ്. പഠിക്കുകയും കുറച്ചുപേര് അച്ഛന്മാരാവുകയൊക്കെ ചെയ്യും. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട എബിന് പുതിയൊരു ജീവിത മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. എബിന് ഞങ്ങളുടെ കൂടെ 3 വർഷത്തോളം ഉണ്ടായിരുന്നു. എബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് സ്നേഹമുള്ള, കരുതലുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തിയാണ്. ചിലരൊക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട്. കല്യാണത്തിന് വിളിച്ചതല്ലോ അച്ഛൻ എന്തെങ്കിലും നന്മ പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെയല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനും അലക്സച്ചോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും പറഞ്ഞു തരുന്നത്. ഇന്ന് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ ഈ അൽത്താരയുടെ മുമ്പിലായിരിക്കുക. അൽത്താരയുടെ ഒത്ത നടുക്ക് ഇവരായിരിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ. പ്രിയപ്പെട്ട എബിൻ, സൈന, നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളെപ്പറ്റി വേറെ പലർക്കും പല സ്വപ്നങ്ങളുമുണ്ട്. ദൈവത്തിന് നിങ്ങളെപ്പറ്റി ഒരു സ്വപ്നമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് അവൾക്ക് ചേർന്ന ഒരു ഇണയെ നന്നല്ല. നിനക്ക് ചേർന്ന ഒരു ഇണയാണ് സൈന, സൈനയ്ക്ക് ചേർന്ന ഒരു ഇണയാണ് എബി. അത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതും ഒന്നു ചേരുന്നത്. വീണ്ടും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. മാതാപിതാക്കൾ വലിയൊരു സ്വപ്നമാണെന്ന് പൂർത്തീകരിക്കുവാനായിട്ട് പോകുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇതുപോലെ ആയിരുന്നു. അവർ സഹിച്ച ത്യാഗത്തിന്റെ, സഹനത്തിന്റെ, വേദനയുടെ പങ്കുവെക്കേണ്ട ഫലമാണ് നിങ്ങളെ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കത്തോലിക്ക സഭയ്ക്ക് നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇവരുടെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിങ്ങൾ വളർത്തിയതിന്റെ ഫലമാണ് ഇന്നിവിടെ ഇവർ ആയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങൾക്കുമായിട്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് മുതൽ, ഇന്നലെ മുതൽ നിങ്ങൾ 2 പേരായിരുന്നു. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒന്നായി തീരുവാനായിട്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ഇന്ന് മുതൽ ഒന്നായിരിക്കണം. ഒന്നായിട്ട് വേണം മുമ്പോട്ട് പോകുവാൻ. അത് തന്നെയാണ് നിങ്ങളുടെ സ്വപ്നം.
നിങ്ങൾ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് ചെറുത് നൽകുവാനായിട്ടാണ് ഇന്നിവിടെ ആയിരിക്കുക. ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ട് വേണം ജീവിക്കുവാൻ. സുവിശേഷം എന്ന പദത്തിന്റെ അർത്ഥം, വിവാഹം എന്ന പദത്തിന്റെ അർത്ഥം വിശേഷാൽ വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരെന്നാണ്. വിശേഷ വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരെന്നാണ്. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. സ്നേഹത്തോടെ കരുതലോടെ പരസ്പരം മനസ്സിലാക്കി വേണം നിങ്ങൾ ഇന്നു മുതൽ വഹിക്കുവാനായിട്ട്. ചില അമ്മച്ചിമാരൊക്കെ പറയാറുണ്ട്, അച്ചോ വിദ്യാലയം കുറെ കാലമായി ഞാൻ ചുമക്കുന്നു. അതുപോലെ തന്നെ അപ്പച്ചന്മാർ കുറെ കാലമായി നിങ്ങളെ ചുമക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ ചുമക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല, നേരെ മറിച്ച് സ്നേഹത്തോടെ കരുതലോടെ പരസ്പരം വഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. വഹിക്കുക എന്ന വാക്ക് മറക്കാതിരിക്കുക. എന്ന് സ്നേഹം നഷ്ടപ്പെടുന്നു, എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു, ഇന്ന് കരുതലോടെ മുമ്പോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്നു, അന്നാണ് നിങ്ങൾ ചുമക്കുവാൻ തുടങ്ങുന്നത്. നിങ്ങൾ വഹിക്കുക പരസ്പരം. അതാണ് ഞങ്ങളും സഭയും ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. വിവാഹത്തെക്കുറിച്ച് കത്തോലിക്ക സഭ ഒരു നല്ല നിർവചനം കൊടുക്കുന്നത് അതിപ്രകാരമാണ്. ഒരു കുടുംബം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ദൈവിക പദ്ധതി പ്രകാരമാണ്. കുടുംബം ജീവന്റെയും സ്നേഹത്തിന്റെയും ഉറവിടമാണ്. സ്നേഹിക്കുന്ന ഇടങ്ങളിലാണ് കുടുംബം രൂപപ്പെടുന്നത്. കുടുംബം ദൈവിക പദ്ധതി പ്രകാരമാണ് രൂപപ്പെടുന്നത്. ജീവന്റെ സ്നേഹത്തിന്റെ ഉറവിടമാണ് ഓരോ കുടുംബവും. സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് കുടുംബം എന്നാണ്. ഈ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ 3 തരത്തിലുള്ള സ്നേഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുക. ഒന്ന്, ദമ്പതികളും ദൈവവും തമ്മിലുള്ള സ്നേഹം. മതത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, സ്നേഹത്തിന്റെ തുടക്കം കുടുംബങ്ങളിലാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് കുടുംബത്തിൽ സ്നേഹം രൂപപ്പെടുന്നത്. ഇന്നു മുതൽ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പും എഴുന്നേൽക്കുന്നതിന് മുമ്പും നിങ്ങളുടെ മുമ്പിൽ വെച്ച് 2 3 മിനിറ്റ് ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നന്ദി പറയുവാനും നിങ്ങളുടെ ആ ദിനത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം നിങ്ങളിൽ നിറയും. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കേട്ടു, കാനായിലെ കല്യാണം. ഈശോയുടെ മാതാവിന്റെ സാന്നിധ്യമാണ് ആ കുടുംബത്തിന്റെ ഇല്ലായ്മയിലേക്ക്, കുറവിലേക്ക് നിറവായി പെയ്തിറങ്ങുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടായേക്കാം. അപ്പോഴൊക്കെ ദൈവസ്നേഹം നിറയുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ നിറവുകളെ, നിങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരു ശിശുവിനെ സംബന്ധിച്ച് ശിശുവും അമ്മയുമായി ബന്ധപ്പെടുത്തുന്നത് പുക്കിൽക്കൊടിയാണെങ്കിൽ, ഞാൻ പറയും പ്രാർത്ഥനയായിരിക്കണം ദൈവവും ഞാനും തമ്മിൽ, ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം. പ്രാർത്ഥിക്കുക, ദൈവത്തോട് ഒന്നിച്ച് മുമ്പോട്ട് പോകുക. രണ്ടാമതായി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് അവരുടെ 25ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പോൾ കുടുംബത്തിന്റെ ഭാര്യയോടുള്ള ഫോട്ടോ ഇട്ടത്, അതിന്റെ മുകളിൽ ഇങ്ങനെയാണ് ടൈറ്റിൽ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്, നിനക്കല്ലാതെ ആർക്കാണ് എന്നെ ഇത്ര അഗാധമായിട്ട് എന്റെ കുറവുകൾ അറിഞ്ഞ് സ്നേഹിക്കുവാൻ സാധിക്കുക? നിനക്കല്ലാതെ ആർക്കാണ് എന്റെ കുറവുകൾ അറിഞ്ഞ് ഇത്ര അഗാധമായി എന്നെ സ്നേഹിക്കുവാൻ സാധിക്കുക? നീ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ശൂന്യമായി പോയേയിരുന്നു. എനിക്ക് തോന്നുന്ന ആ മനുഷ്യൻ 100% സത്യസന്ധമായിട്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചത്. ഇത് തന്നെ ആയിരിക്കണം 25 വർഷം കഴിയുമ്പോൾ, 35 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പരസ്പരം ആശ്രയിച്ച്, സഹകരിച്ച്, പങ്കുവെച്ചുകൊണ്ട് വേണം നിങ്ങൾ മുൻപോട്ട് പോകുവാനായിട്ട്. ഒരാളുടെ കുറവ് മറ്റുള്ളവരുടെ നിറവിനാൽ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാവുക. ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന മക്കളെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിങ്ങൾ വളർത്തണം. ഇനി കാലഘട്ടത്തിൽ വളരെ ചലഞ്ചുള്ളൊരു കാര്യമാണ്. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവിക പദ്ധതി പ്രകാരം നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ കൃപാവരത്താൽ നിങ്ങളുടെ മക്കള് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നു വരും. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഇനി ദമ്പതികളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹത്തെ പറ്റി പറയുക. പഴയ നിയമത്തിലെ തോബിത്തിന്റെ പുസ്തകത്തില് 10-ാം അധ്യായം 12-ാം വാക്യത്തില്
തോബിത്തിന് തൻ്റെ അമ്മായിയപ്പനായ റഘുവേൽ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. സ്വന്തം മകളായ സാറയ്ക്ക് ഉപദേശം കൊടുക്കുന്നത്. സാറയ്ക്ക് കൊടുക്കുന്ന ഉപദേശം ഇപ്രകാരമാണ്: പ്രിയപുത്രി, ഇന്നു മുതൽ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളാണ് നിന്റെ മാതാപിതാക്കൾ. അവരെ നീ ബഹുമാനിക്കുക. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സൈന, ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നു മുതൽ എബിന്റെ മാതാപിതാക്കളാണ് നിന്റെ മാതാപിതാക്കൾ. അവരെ ബഹുമാനിക്കുക. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കുവാൻ നിന്റെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയപ്പെട്ട എബി, രഘുവേൽ തോപത്തിൽ കൊടുക്കുന്ന ഉപദേശം കൂടിയുണ്ട്. അതിപ്രകാരമാണ്: എന്റെ പുത്രിയെ ഞാൻ ഭരം ഏൽപ്പിക്കുകയാണ്, അവളെ നീ ദുഃഖിപ്പിക്കുന്നത്. സൈനയുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും നിന്നോട് പറയുവാനുള്ളത് ഇത് തന്നെയാണ്. ഇന്ന് സൈന്യം നിനക്ക് ഭരം ഏൽപ്പിക്കുകയാണ്, നീ അവളെ ദുഃഖിപ്പിക്കരുത്. ദുഃഖങ്ങൾ കടന്നു വരും, പോരായ്മകൾ കടന്നു വരും. ഇത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ മാറ്റി കുറഞ്ഞിപ്പോകും, ആ പൂക്കളൊക്കെ വാങ്ങിപ്പോകും. എന്നാൽ ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്ന ഈ സ്നേഹം ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുക. ഓഷോ എന്നത് ചെയ്തത് ഇപ്രകാരമാണ് വിളിക്കുന്നത്: സൗന്ദര്യത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. ആരാണ് നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. സൗന്ദര്യത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. ആരാണ് നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. ജീവിതം സുന്ദരമാക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങൾ രണ്ടുപേരും രണ്ട് കുടുംബത്തിൽ നിന്ന്, കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും, രണ്ട് മാതാപിതാക്കളിൽ നിന്നൊക്കെ കടന്നു വരുമ്പോൾ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാകും. ഇത് രണ്ടും പരിഹരിക്കേണ്ടത് എബിനും സൈന്യമാണ്. മനസ്സിലാക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും പരസ്പരം സഹകരിച്ചുകൊണ്ട് വേണം കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. തെറ്റിദ്ധാരണകളും പോരായ്മകളൊക്കെ ഉണ്ടാകുമ്പോൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട്, സ്നേഹത്തോടെ പങ്കുവെച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിർത്തുകയാണ്. അതിന് മുമ്പൊരു പ്രാർത്ഥനയുണ്ട്. തോബിക്ക് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, ഞാൻ ഇവനെ സ്വീകരിച്ചിരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാര്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവളോടൊത്ത് വാർദ്ധക്യം വരെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിച്ചിരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. വാർദ്ധക്യത്തിൽ എത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം എല്ലാവരുടെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയട്ടെ. ഇന്ന് അല്പം ടെൻഷനൊക്കെ ഉണ്ട് നമുക്ക്. നിങ്ങൾ ടെൻഷൻ അടിക്കണം. കാരണം നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത് ചെറിയൊരു ഉത്തരവാദിത്വമല്ല, വലിയൊരു ഉത്തരവാദിത്വമാണെന്ന് നിങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങൾ സഭയ്ക്ക് വരവേൽപ്പിക്കുക. ദൈവേഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക. ഒരു കാര്യം കൂടി, ഞങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ വരും. അതെപ്പോഴാണെന്ന് അറിയാമോ? എബിൻ്റെ മൂന്നാമത്തെ കൊച്ചിന് മാമോദിസ് കൊടുക്കുവാനായിട്ട് ഞാനും അലക്സച്ചനും വരും. അവൻ്റെ കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാവർക്കും എല്ലാവരും ആശംസിക്കാം. ഇത് പിതാവിൻ്റെയും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം വഴി ബന്ധത്തിലാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവനം അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർവമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന വിഷയമായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹ പദ്ധതിയുടെ അഭിവൃദ്ധിയെ പറ്റി പഠിപ്പിച്ച വിഷയമായി പരസ്പര വിശ്വസ്തയോടും ചാരിത്ര വിശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ നിന്റെ സഹായത്തെ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടെ
പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണം. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാകണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായ ലക്ഷ്യതീയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും വിവാഹ ഉടമ്പടിയുടെ സമയം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സൈനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സൈന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി എബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർന്നിരിക്കും. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങേ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കുന്ന ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. ഉണരും പുതുമണം കലരും മധുകണം. ഉണരും പുതുമണം കലരും മധുകണം. ഒരു കൊലുസിൻ ചിരിമണികൾ അനുപമ ബദലാസ്യമേളമായി ഉണരുമീ വേളയിൽ
ഉണരും പുതുമണം കലരും മധുകണം ഉണരും പുതുമണം കലരും മധുകണം ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരവും ജീവൻ
അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണം. അബ്രഹാത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുക്കുടുംബത്തിന്റെ നാഥനായ മറിയൂസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിനവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാസ്യാന്തരഫലമായ സ്നേഹത്തിനും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിനും അവർ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കൂട്ടായ്മയെ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരയിൽ അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. At least all weak, my heart is strong. So give me your word, and I'll give you all I got. സൈന ചേച്ചിയുടെ അച്ഛൻ ബെന്നി KJ and her mother will join and bless them in heaven. എബിൻ ചേട്ടന്റെ അനിയൻ ബിബിൻ ബേബിനെയും സൈന ചേച്ചിയുടെ ചേട്ടൻ സിബിൽ ബെന്നി വൈഫ് ലിറ്റി തോമസിനെയും വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു.
Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. അതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ. അറേഞ്ച് മാരേജ് ആയിരുന്നോ ലവ് മാരേജ് ആയിരുന്നോ? അപ്പോൾ ഈ പെണ്ണ് കാണാൻ പോയപ്പോഴേ ഈ ചേച്ചിനെ കണ്ടപ്പോൾ ഇതാണ് എൻ്റെ പെണ്ണ് എന്ന് പറയാനുണ്ടായൊരു അതുണ്ടായിരുന്നു. ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. പിന്നെ ഫേസിലെ ശരി തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ ചേച്ചിയോട്, ചേട്ടനിൽ എന്ത് ക്വാളിറ്റിയാണ് ചേച്ചി കണ്ടത്? ആദ്യം പാവമായിട്ടാണ് തോന്നിയത്, പക്ഷെ പിന്നെ മനസ്സിലായി. ആദ്യം കണ്ടപ്പോ നല്ല സ്നേഹമുള്ള സ്വഭാവം തോന്നി, ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. ചേച്ചി ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്നതല്ലേ? അല്ലേ? ആണ്, ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ചെറിയൊരു ഡബ് സ്മാഷ് ആയാലോ? എന്താ? ഒന്നുമല്ല. വഴിമാറി എത്ര നാളായി തുടങ്ങിയിട്ട്? എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ പറയാണ്ട് ഞാൻ വിടില്ല മോളെ. ഞാൻ കണ്ടു. എന്ത് കണ്ടു? പറയട്ടെ. വഴിപാട് കഴിക്കണ ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ശരിക്കും ഇഷ്ടം എന്ന് പോലെ തുടങ്ങിയത്. ആദ്യം എന്നെ കണ്ടത് എവിടെ വെച്ചാ? ഊളപ്പാതിയിൽ വെച്ച്. മര്യാദ കൊണ്ടോണ്ട് തന്നെ വിളിച്ച് ചോറില്ല. വിടില്ല ഞാൻ. നിന്നെ ഒരു കാര്യം പറട്ടെ. എന്താ? വീട്ടില്ല ഞാൻ. പറയണ്ട, വിടില്ല ഞാൻ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മോഹതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. എബിജന്ന് കാണുന്നുണ്ടോ? ചെറുതാരണോ? ചെറുതാരണോ? ഒരു പ്രാവശ്യം ഞങ്ങൾ വെറുതെ ഇട്ടേക്കുന്ന കേട്ടോ. ഓക്കെ. ഇനി കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരാണ് അത് ചെയ്യണേന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കണ ആരാണ്? ഒരെണ്ണം പൊക്ക്. ഇങ്ങനത്തെ ചോദ്യം ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഇപ്പൊ തുടരട്ടെ. ആദ്യത്തെ ചോദ്യം, ഏറ്റവും ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞ ആരാണ്? കൈ നന്നായിട്ട് പൊക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആരാണ്?
തന്നെ ആർക്കാണ്? നോക്കരുത് കേട്ടോ. ആർക്കാ ഏറ്റവും ദേഷ്യം വരും? ദേഷ്യം വന്ന് വഴക്കൂടി ഏറ്റവും ആദ്യം സോറി പറയണ ആരാ? ഒക്കെ കയ്യിൽ പോയല്ലേ. കുക്ക് ചെയ്യണ ആരാണ്? ഓഫ്കോഴ്സ് ചേച്ചി ആയിരിക്കും. പിന്നെന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, ക്വസ്റ്റ്യൻസ്? ഷെറി ചോദിക്കാൻ പറഞ്ഞേട്ടാ. ഏട്ടാ ആദ്യം കിസ് അടിച്ചാല് ഓക്കെ. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു. ഇനി അവരെ ചെറുപ്പട്ടോ. അപ്പൊ ഇനി ചെറിയൊരു ഡാൻസ്. ഇത്രയും സ്ഥലം പോരെ? ഞാൻ വലിയ ഹോൾ അറേഞ്ച് ചെയ്യണം വേണ്ടല്ലോ. ഇത്രയും സ്ഥലം ചെറിയൊരു ഡാൻസ്. അത് പറ്റില്ല. മറ്റേ കപ്പിൾസ് കാണിക്കണല്ലേ, കൈ വീശി ഇങ്ങനെ കറങ്ങി ഓരോണ്ടോ? നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പാട്ടിട്ട് പിള്ളേരെ കളിച്ചു. Used to believe we were burning on the edge of something beautiful, selling a dream, smoking mirrors keep us waiting on a miracle, Say go through the darkest of days, having to heartbreak away, never let you go, never let me down. Love
നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എത്രയും ദയുള്ള മാതാവേ, ചുടത്തിന്റെ സഹിതത്തിലൂടി വന്ന് तू मेरा सनम